ഭൂതലവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. ക്രിസ്തു മതത്തിലെ ഇസ്രായേലിൽ ഒരു യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തെല്ലായിടവും ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു AD 1 അല്ല ജനിക്കുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നത് അന്ത്യകാലഘട്ടത്തിൽ സൂര്യോദയ ദിക്കിൽ പുരുഷനാൽ സ്ത്രീയിൽ പാവജട സ്വഭാവത്തോടുകൂടി ജനിച്ചു പിറക്കുമെന്നാണ് ക്രിസ്തു മതവേദ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ സത്യത്തെ ഞാൻ 2014 മുതൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നോട്ടീസ് അടിച്ചും മറ്റു എല്ലാ രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. CSI ബിഷപ്പിനും RC ബിഷപ്പിനും പല പാസ്റ്റർമാർക്കും ഞാൻ നോട്ടീസ് വരെ അയച്ചു. എന്നെയാണ് ആരാധിക്കുന്നത്, ഞാനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു. അന്ത്യകാലത്തിൽ സൂര്യോദയ ദിക്കിൽ ജനിച്ചു പിറക്കുന്ന ക്രിസ്തു ഞാനാണ്. ഞാൻ എന്നെ വെളിപ്പെടുത്തി, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഭൂമിക്ക് ന്യായവിധി ഞാൻ 2014 വരുത്തിയിരിക്കുക. ഇത് നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയല്ല പറയുന്നത്. കാരണം ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ 2134 ഭൂമിയിൽ നിന്നും സകല മനുഷ്യരും സകല ജീവജാലജന്തുക്കളും വിവിധങ്ങളായിട്ടുള്ള മഹാമാരികളാൽ നശിച്ചു പോകും. ജീവനും ശ്വാസവും ഇല്ലാത്ത ഒരു ദൈവങ്ങൾക്കും അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ എൻ്റെ നാമത്തിൽ എൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ ഞാൻ ദൈവം എന്നിൽ വെച്ച ദൗത്യം 2047 വെച്ച് ഏത് സമയത്തും തീർത്താൽ ഞാൻ നിദ്ര കൊള്ളും, ഞാൻ മരിക്കും. ആ മരിക്കുന്ന എന്നെ എൻ്റെ തറവാടായ ശബരിമല എരിമേലി അടക്കം ചെയ്യണമെന്ന് ഞാൻ ചെങ്കൽ വില്ലേജ് ഓഫീസർക്കും നെയ്യാറ്റിൻകര താലൂക്ക് തഹസീൽദാർക്കും ജില്ലാ കളക്ടർക്കും റവന്യൂ സെക്രട്ടറിക്കും ഒക്കെ ഞാൻ പരാതി കൊടുത്തിരിക്കുകയാണ്. 2023 അവർ അടക്കിയില്ല എങ്കിലും എന്നെ എവിടെ കുഴിച്ചിട്ടാലും ഞാൻ വീണ്ടും 2134 2375 ഇടയിൽ ശബരിമലയിൽ എരിമേലിയിൽ കന്യക പ്രസവിക്കുന്ന ഇമ്മാനുവേലിനായിട്ട് ദൈവത്തിൻ്റെ ആദ്യ ജാതനായിട്ട് ഞാൻ വീണ്ടും വന്ന് ഇന്നു മുതൽ എൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ച് ജീവിച്ച് മരിച്ച് വിശ്രമം കൊള്ളുന്നവരെ, അതായത് 2014 മുതൽ ഞാൻ ജീവിക്കുന്നത് പോലെ എന്നെ മാതൃകയാക്കി ജീവിച്ച് മരിച്ച് വിശ്രമം കൊള്ളുന്നവരെ ഞാൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഞാൻ കൂട്ടിച്ചേർക്കുന്ന നിത്യജീവൻ നൽകി എന്നോടൊപ്പം ഞാൻ ചേർക്കുമെന്ന് വേദങ്ങൾ പറയുന്നു. ഞാൻ ഇതിനെ അടിസ്ഥാനമാക്കി 5-ാം വേദം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ് ആദ്യം അത് എഴുതിയത്. 575 രൂപയാണ്. 400 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ വിളിച്ചാൽ ആ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരും. സത്യമാണ്. 2100 ആകുമ്പോൾ 99% ആളുകളും ജീവജാലങ്ങളും മഹാമാരികളാൽ മരിക്കും. ഇതിന് അടയാളം 2047 ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJP താമര ഭരിക്കും. ആ താമരയുടെ തണലിൽ അരിവാൾ ചുറ്റിയേക്കാറും അമ്പും വില്ലും കയ്യിൽ വെച്ചിരിക്കുന്നവരും ഉദയ സൂര്യനെ ചുമന്ന് കിടക്കുന്നവരും ചില സംസ്ഥാന ഡ്യൂക്കിലെ പാർട്ടികളും ഉണ്ടാകും. ഇത് സത്യമാണ്. എൻ്റെ ഉപദേശം സകല ആളുകളും കേൾക്കണമെന്ന് വേദങ്ങൾ പറയുന്നു. കേൾക്കാത്തവർ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചോളും. കേട്ടോ? ഇത് സത്യമാണ്. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2014 പറഞ്ഞ എൻ്റെ ഭ്രാന്തന് ചില ആളുകൾ പറയുന്നു, ഇപ്പോൾ പറയുന്നില്ല. ഞാൻ 2014 പ്രവചിച്ച എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദി ഒരു നീണ്ടകാലം ഇന്ത്യ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് അപ്രകാരം തന്നെ നടക്കുകയാണ്. നെയ്യാറ്റിൻകരയുള്ള അനേകം അഭിഭാഷകർക്ക് അതറിയാം. എൻ്റെ ഇത് സത്യം. വിശ്വസിക്കുക. ഞാനാണ് ക്രിസ്തു.